ഒരു വീക്കെൻഡിൻ്റെ ആലസ്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരുന്ന് കാണുന്നവർ അങ്ങനെ ഇന്ന് തിരക്കിട്ട് ഓടുന്നവർ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു കപ്പ് ചായയുമായിട്ട് ഇതൊന്ന് കാണണം കേട്ടോ. കുറച്ച് വെറൈറ്റീസായിട്ട് വന്നിട്ടുണ്ട് ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. എല്ലാ ദിവസവും ഉണ്ട് നമുക്ക് വീഡിയോസ് ഓരോന്ന് നോക്കണേ. ഷോർട്സൊക്കെ ഞാൻ ഓരോ സമയം പോലെയൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ നോക്കണേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. പ്യുവർ മഡാൽ സിൽക്കിൽ അന്ന് വന്ന വെറൈറ്റി ഐറ്റം അത് നമ്മളിതാ റീസ്റ്റോക്ക് ചെയ്ത് നമുക്ക് ഇത്രയും സമയം എടുത്തു രണ്ടാമതൊന്ന് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിൽ കോഫി ബ്രൗൺ മാത്രം അന്ന് വന്നപ്പോൾ കുറച്ച് പേർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മളിത് 6 കളേഴ്സിൽ വന്നിട്ടുണ്ട്. ക്ലാംഷെൽ കളക്ഷൻസ് ഇൻ മൊഡാൽ സിൽക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് റജീന ടീച്ചറാണ് ആക്ച്വലി ആ പേര് പറഞ്ഞു തന്നത്. അപ്പോൾ ടീച്ചറെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കാണിക്കുകയാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആ ഒരു പുതിയൊരു വെറൈറ്റി പ്യുവർ മൊഡാൽ സിൽക്കാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ നമ്മൾ 6 കളേഴ്സ് വരുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, കോഫി ബ്രൗൺ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഒരു എന്താ അപ്പം അതിന് പറയുക, സുന്ദരി കളർ എന്ന് പറയേണ്ടി വരും ചുരുക്കം പറഞ്ഞാൽ. വാടാമുല്ലയുടെ ആ ഒരു ഡാർക്ക് കളറായിട്ട് മജന്തയല്ല, ഒരു സുന്ദരി കളർ അത് തന്നെ. പിന്നെ മെറൂൺ ഷെയ്ഡ് ഉണ്ട്, പിന്നെ നമ്മൾ വൈൻ കളറുണ്ട്, നല്ല വയലറ്റ് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് കാണാം. അതിൽ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തുടങ്ങേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവർ പേയ്മെൻറ്റ് ചെയ്ത് നമ്പർ നോട്ട് ചെയ്തവർക്കൊക്കെ അവർ കോൺടാക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ആരെങ്കിലും അങ്ങനെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ കൂടാതെ കസ്റ്റമർ കെയറിലേക്കും കൂടി ഒന്ന് പെട്ടെന്ന് പറയണം കേട്ടോ. കാരണം ഓർഡർ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ അതിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ. ഇത് പ്യുവർ മൊഡാൽ സിൽക്കാണ്. അപ്പോൾ ഞാൻ പ്യുവർ സിൽക്ക് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം മൊഡാൽ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും വാഷ് ചെയ്താൽ അതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് വാഷ് ചെയ്യണം. വീട്ടിൽ കഴുകുകയാണെങ്കിൽ തന്നെ ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട്. പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പറയുന്നത്. ഡ്രൈ വാഷാണ് എപ്പോഴും സിൽക്കിൻ്റെ ലോങ് ലൈഫിന് നല്ലത്. പിന്നെ മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് ഷാംപൂ വാഷ് ചെയ്യുമെന്ന് പറയും ചിലർ. പക്ഷേ ഷാംപൂ പറഞ്ഞാൽ നമ്മുടെ ഹെയറിനുള്ളതാണ്. ക്ലോത്തിന് അതിന് ഫാബ്രിക്കിൻ്റെ തന്നെ മൈൽഡായിട്ടുള്ള ലിക്വിഡ് ഡിറ്റർജൻറ്റ് തന്നെ ഉണ്ട്. അതിന് ക്ലോത്ത് ഷാംപൂ ഉണ്ട്, അത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് വരും നമ്മുടെ ബ്ലാക്കിൽ ഈ ക്ലാംഷെൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുപ്പട്ടയുടെ വെറൈറ്റിയാണ് അതിൽ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് ആദ്യം പറയാം അല്ലേ, അത് പറയാൻ മറന്നുപോയി. ഇതിലെല്ലാം ടോപ്പ് വരുന്നത് 2.7, 2.70 ഉണ്ട്. എന്നാൽ 2.6 കൂട്ടിക്കോളൂ. അത്യാവശ്യം പ്ലസ് സൈസുള്ളവർക്കും തികയും കേട്ടോ. ബോട്ടം 2.2, 2.20 അത്യാവശ്യം നല്ല നമ്മളൊരു ഡൂപ്പിയൻ സിൽക്കിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ദുപ്പട്ട 2.6, 2.60 ഉണ്ട് ദുപ്പട്ട. അപ്പോൾ അത്ര ലെങ്ത്തും വിഡ്ത്തും വേണ്ടാന്നുള്ളവർക്ക് അതിൽ നിന്ന് ദുപ്പട്ടയുടെ വിഡ്ത്ത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സ്ലീവിന് ഇവിടെ മോഡലാക്കി അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. ദുപ്പട്ടയുടെ വന്നിരിക്കുന്ന അതേ പാറ്റേൺ ആണ് ഇതിന് താഴെ ദാമൻ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. ദാമൻ ഏരിയയിലേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ, ഇനി തിരിച്ച് യോക്ക് പോലെ കൊടുക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ. ഞാൻ ഒരു സെറ്റിൽ രണ്ടും വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു. ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. ബോട്ടം പ്ലെയിന് അങ്ങനെ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെയല്ല, തിരിഞ്ഞുപോയി, ഇങ്ങനെ വരുന്നു. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഇപ്പോൾ ലെങ്ത്തി ദുപ്പട്ട വേണ്ടവർക്ക് പ്രീമിയം കളക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഇത് അങ്ങനെ വരുന്നു. മൊഡാൽ സിൽക്കിലെ ക്ലാംഷെൽ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം. അല്ല, ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ വിട്ട് എൻഡിൽ ടാസൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ലെങ്ത്തൊക്കെ കട്ട് ചെയ്ത് കുറയ്ക്കേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്ത് കുറച്ചിട്ട് 2 സൈഡ് ഈവൻലി കട്ട് ചെയ്യും, ഒരുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ടോപ്പിലേക്ക് എവിടേക്കെങ്കിലും മോഡലായിട്ട് വേണമെങ്കിലൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. 2990, 2990 രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ്. നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. അത്യാവശ്യം ലെങ്ത്തുള്ള ടോപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ഇനി ഈ ടൈപ്പിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം. എല്ലാത്തിലും അങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല ഈ സംഭവം. പ്യുവർ മൊഡാൽ സിൽക്ക് അല്ലേ, ഇതങ്ങനെ വരുന്നു. അപ്പോൾ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധാപൂർവ്വം ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. നോർമൽ 2-3 ടൈംസ് ഒക്കെ അങ്ങനെയൊക്കെ വെയർ ചെയ്തിട്ട് കുഴപ്പമില്ല, നല്ല കഴുകിയാൽ മതി. ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കണം. ഇങ്ങനെ വരുന്നു ബോട്ടം. അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അത് അവിടെ ചാടിപ്പോവും. ഇങ്ങനെ വരുന്നു 2990, 2990 രൂപ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ കാണിക്കുന്നതാണ് എന്നോട് ഫ്രണ്ടിൽ വന്ന് നിന്ന് കാണിക്കാൻ പറഞ്ഞത് ഒരാൾ. ഞാൻ ഇവിടെ തന്നെ അത് കഷ്ടപ്പെട്ട് പിടിക്കണത് എനിക്കറിയുള്ളൂ. ഒരു എക്സ്പീരിയൻസ് ആവട്ടെ, എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ വരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ കിട്ടണില്ലേ. വരുന്നു 2990 രൂപ, 2990.
ഇന്ന് കാണിച്ചാൽ ബ്ലാക്ക്, കോഫി ബ്രൗൺ, പിന്നെ നമ്മൾ ആ ഒരു കുങ്കുമ കളർ പറഞ്ഞില്ലേ മെറൂണ്, ഇപ്പോൾ ഇതാ വൈൻ കളറും വയലറ്റും എല്ലാം തമ്മിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ട് മാറാതെ ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇനി അഥവാ ഒന്ന് കഴിഞ്ഞാലും മറ്റെടുത്താലും കുഴപ്പമില്ല, കാരണം എല്ലാം ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഓരോ ഷെയ്ഡിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏതാണെങ്കിലും വലിയ കുഴപ്പം വരാത്ത രീതിയിലാണ്. അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കി ഓർഡർ ചെയ്തോളൂ. ഇങ്ങനെ വരുന്നു. അടുത്തത് ഇങ്ങനെ വരുന്നു, വൈൻ ഷെയ്ഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഓപ്റ്റ് ചെയ്തോളൂ. പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ വരുന്നു. ടോപ്പ് താഴേക്ക് അത് ബോർഡർ പോലെ ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്നു ബോട്ടം. ദുപ്പട്ട ഇങ്ങനെ, അവിടെ പിടിക്കുമ്പോൾ ഇവിടെ പോവും. ഇങ്ങനെ വരുന്നു. 2990, 2990 രൂപയുടെ മൊഡാൾ സിൽക്ക്. അപ്പോൾ പാർട്ടി വെയർ ആയിട്ട്, ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ. ഇനി ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യിച്ച് കൊണ്ടുവരലുണ്ടാവില്ല കേട്ടോ, കാരണം ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഓർഡറായിട്ട് കൊടുത്ത് ചെയ്യിച്ച് വരണ്ടേ. 2990. ഇനി നെക്സ്റ്റ് നമ്മുടെ താരങ്ങൾ പ്യുവർ ജോർജറ്റിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ആ കളക്ഷൻസ് കാണാം. 4 ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുണ്ട്. അത് സൈസ് ഡീറ്റെയിൽസ് ഒന്ന് പറയട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. ടോപ്പ് വന്നിരിക്കുന്നത് 2.65, 2.65, 2.60 കുട്ടികളും, എന്നാലും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ബോട്ടം 2.35, 2.30. അവർ കൃത്യം അളന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ സെറ്റിലും ചിലപ്പോൾ 5 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും എന്നാലും എല്ലാം അളന്നിട്ടില്ലേ, ഓരോ സെറ്റ് എടുത്തിട്ട് അളന്ന് നോക്കിയിട്ടുള്ളൂ. ദുപ്പട്ട വരുന്നത് 2.4, 2.40 വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സെറ്റുകൾ തന്നെയാണ് പ്യുവർ ജോർജറ്റ്. പിന്നെ അതിൻ്റെ ഒരു ഗുണം വെച്ചാൽ ഓരോന്നിലും അതിൽ വരുന്ന ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പ്രിൻറ്റിൻ്റെ കളറ് പ്ലെയിൻ ആണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ബോട്ടം വേണ്ട എന്നുള്ളവർക്ക് ഇതിന് നമുക്കൊരു സെൻറ്റർ പാനൽ പോലെ കൊടുത്തിട്ട് പ്ലസ് സൈസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാനോ അല്ലെങ്കിൽ സ്ലീവ് ആക്കാനോ ഒക്കെ ചെയ്തിട്ട് പ്ലസ് സൈസ് ഉള്ളവർക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. സാധാരണ സെറ്റുകൾ നമുക്ക് ഒരുപാട് സൈസ് ഉള്ളവർക്ക് തികയാറില്ലല്ലോ. കാരണം നോർമൽ ഇത് ഇങ്ങനെ സെറ്റായിട്ട് നോർമൽ നമുക്കൊരു ഡബിൾ എക്സൽ വരെ കഷ്ടി, കാരണം സ്ലീവിന് ജോയിൻറ്റ് വരും. എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ബാക്കി ഏത് സെറ്റും അങ്ങനെ പ്ലസ് സൈസ് ഉള്ളവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് ഇതിലൊരു ഓപ്ഷൻ കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഇങ്ങനെ വരുന്നു. പിന്നെ പ്യുവർ ജോർജറ്റ് ചിലതിന് ഷ്രിങ്കേജ് ഉണ്ടാവും, ശ്രദ്ധിക്കണം കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങുന്നുണ്ടാവും. പിന്നെ ഇതുണ്ടെങ്കിൽ ഒരു സ്ട്രെച്ചബിൾ നേച്ചറാണുള്ളത് ഉണ്ട്. പ്യുവർ വിസ്കോസ് ജോർജറ്റിൽ വരുന്നതാണ്. കണ്ട് ഇഷ്ടം പോലെ നല്ല ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റ് ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ താഴേക്ക് ദാമനേരിയയിലേക്ക് ബോർഡർ പോലെ വരുന്നത് 1630, 1630 റേറ്റ് വരുന്നത്. ദാമനേരിയയിലേക്ക് നല്ല യോക്ക് പോലെ, അല്ല ദാമനേരിയയിലേക്ക് നല്ല വർക്ക് വന്നിട്ടുണ്ട്. അതിന് യോക്ക് പോലെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ചെയ്യായിരിക്കും ഭംഗി തോന്നുന്നു. കാരണം ദുപ്പട്ടയിലും അത്യാവശ്യം ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട് നന്നായിട്ട്. ബോട്ടം വരുന്നത് പ്ലെയിൻ വിസ്കോസ് ജോർജറ്റിൽ തന്നെ പ്ലെയിനാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇനി ഇത് വേറൊരു ടോപ്പായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ. പക്ഷേ ഒരുപാട് സൈസ് ഇല്ല, പറഞ്ഞില്ല 2.35, 25, ഞാൻ 2.35 ഞാൻ പറഞ്ഞേ, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സൈസ് കുറഞ്ഞവർക്ക് ഇത് വേണമെങ്കിൽ ഒരു ടോപ്പ് ആക്കാം. അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം വെയർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആക്കാം. നെക്സ്റ്റ് ഇതങ്ങനെ വരുന്നു. അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ നമ്മൾ ആ ടോപ്പിൻ്റെ ദാമനേരിയയിലേക്ക് വരുന്ന വർക്ക് പോലെ തന്നെ ദുപ്പട്ടയുടെ 2 സൈഡിലും ബോർഡറും കൂടെ വരുന്നുണ്ട്. 1630, 1630 രൂപയാണ് സെറ്റിൻ്റെ റേറ്റ്. ഇപ്പോൾ ബ്ലാക്കിൽ 4 ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തോളൂ. ഇപ്പോൾ കാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് പ്യുവർ വിസ്കോസ് ജോർജറ്റിൽ വരുന്ന ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ചുരിദാർ സെറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കളർ. നമുക്ക് നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ. നമ്മൾ നേരത്തെ ഗ്രീൻ കണ്ടതിൻ്റെ സ്ഥാനത്ത് ഗ്രീൻ അതൊരു ഒലിവ് ഗ്രീൻ ആണ്. എനിക്ക് ക്യാമറയെ കുറച്ചൊരു പാരറ്റ് ഗ്രീൻ പോലെ തോന്നുന്നുണ്ട് പറഞ്ഞു. കളറിൽ സ്ലൈറ്റ് വേരിയേഷൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് ഉണ്ടാവും, നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ കാണുന്നതിൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ 100% കളർ സെയിം ആവണം എന്നൊരു ധാരണ മനസ്സിലുള്ളവരാണെങ്കിൽ എപ്പോഴും നേരിട്ട് വരേണ്ടി തന്നെ വരും. അപ്പോൾ അത്രയും നമുക്ക് എന്നാലും നോർമൽ മേജർ കുഴപ്പങ്ങളില്ല, എന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതെന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ വരുന്നതല്ലോ, ഇതൊരു മസ്റ്റാർഡ് യെല്ലോ അല്ല, മാംഗോ യെല്ലോ, ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു യെല്ലോ ആണ്. ആ ഒരു യെല്ലോയിൽ അപ്പോൾ അതങ്ങനെ ടോപ്പ് ഇതങ്ങനെ വന്നു, ബോട്ടം പ്ലെയിനിൽ അങ്ങനെ വന്നു, ദുപ്പട്ട ആ ഒരു ഇതിലേക്ക് തന്നെ പറ്റുന്ന രീതിയിലുള്ള ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 2440 ഇങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പും ബോട്ടും ദുപ്പട്ടയാണ് സെറ്റാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ട് രാവിലെ തൊട്ട് തന്നെ ബക്കറ്റിൽ കൊണ്ടുവന്ന് നനച്ച് വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കരുത്. അങ്ങനെ ചെയ്തത്. ഇതൊക്കെ ചുരിദാർ സെറ്റ് പ്രീമിയം. ഓരോന്നും സെപ്പറേറ്റ് ഡിപ്പ് ചെയ്ത് കഴുകിയിട്ട് പോകാനുള്ള സമയം എന്തായാലും കണ്ടെത്തണം സെറ്റുകൾക്ക്. ഇങ്ങനെ വരുന്നു. 1630, 1630 രൂപ സെറ്റിൻ്റെ റേറ്റ് ഇങ്ങനെ വരും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് ഒരു പീക്കോക്ക് ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ വരുന്നു. ഒരു കളർ അഥവാ കിട്ടിയില്ലെങ്കിലും മറ്റു കളറാണെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഭംഗിയുണ്ട്. ഇത് പിന്നെ ഓരോരുത്തരുടെയും കളർ ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. എനിക്കിപ്പോൾ ഇതിൽ 4 കളർ ഇഷ്ടമായി. ഇങ്ങനെ വരുന്നു. ബോട്ടം അതാ ഇങ്ങനെ. ഞാനൊരു പ്യുവർ ജോർജറ്റ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്.
ഇടാൻ സമയം ആക്കിയിട്ടില്ല. അങ്ങനെ വരുന്ന ദുപ്പട്ട 2630 അല്ല 1630 1630. ഒരു മിനിറ്റ് ആ സെറ്റിലേക്ക് ഇങ്ങനെ ചിന്ത പോയി. ഇങ്ങനെ വരുന്നു. കാരണം സെറ്റൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞപ്പോൾ തലയാട്ടുന്നുണ്ടേ. 1630 രൂപ പ്യുവർ ജോർജറ്റ് സെറ്റ്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഇതങ്ങനെ വരുന്നു നമ്മുടെ ബ്ലാക്ക് ആൻഡ് മെറൂൺ. മെറൂൺ എന്ന് പറഞ്ഞാൽ നല്ല റെഡിഷ് മെറൂണാണ്. ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂൺ കോമ്പിനേഷനിൽ ഇതാ വരുന്നു. ഇങ്ങനെ ടോപ്പ്, ഇങ്ങനെ ബോട്ടം, ഇങ്ങനെ. അതിൽ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു 1630. അപ്പോൾ എന്നോട് സ്ഥിരമായിട്ട് കമൻറ്റിൽ ഒരാൾ ചോദിക്കാറുണ്ട് ബ്ലാക്ക് വിസ്കോസ് ജോർജറ്റ് പ്ലെയിൻ ഉണ്ടോ എന്നുള്ളത്, റണ്ണിങ് മെറ്റീരിയൽ ആയിട്ടുണ്ടോ ചോദിച്ചത്. ശരിക്കും ഇതിലേക്ക് സ്ലീവിനൊക്കെ ആഡ് ചെയ്യാനായിരിക്കുമല്ലേ, അതിൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. നോക്കാട്ടോ, ട്രൈ ചെയ്യാൻ. റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് പ്ലെയിൻ ഇല്ല, വേറെ നമുക്ക് ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന ടൈപ്പിലാണ് ഉള്ളത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു 1630. അപ്പോൾ അത് പ്യുവർ വിസ്കോസ് ജോർജറ്റിൽ നമുക്ക് ആ റണ്ണിങ് മെറ്റീരിയലായിട്ട് ബ്ലാക്കിൽ വരുന്ന ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓണത്തിനിടയിൽ എന്താ പുട്ട് കച്ചവടം ചോദിക്കേണ്ട, കാരണം പ്ലെയിൻ ചോദിച്ച ആളുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പർപ്പസിന്, ഇപ്പോൾ പ്ലസ് സൈസുകാർക്ക് തികയില്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ പൊടിക്കൈകളുണ്ട് സ്ലീവിലേക്ക് അങ്ങനെ. അപ്പോൾ ഇത് വരുന്നത് 350 റുപ്പീസാണ്, 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ഞാൻ റണ്ണിങ് മെറ്റീരിയൽ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ കൂടെ ഒന്ന് കാണിച്ചു മാത്രം. പിന്നെ ഇതുണ്ട് ബ്ലാക്ക്, ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് വൺ ഇതാണ്, ഇതിങ്ങനെ വരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. ഇതിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ആവട്ടെ. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. ഇതെല്ലാം ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്, പ്യുവർ വിസ്കോസ് ജോർജറ്റിൽ ഇങ്ങനെ വരുന്നു. ഇതിൽ വിട്ട് വരുന്നത് ഒരു 41 ഒക്കെ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഫോക്സ് ജോർജറ്റിൽ പ്ലെയിൻ ഉണ്ട്, 80 റുപ്പീസ് പെർ മീറ്റർ, 80 രൂപ ബ്ലാക്കിൽ പ്യുവർ. ഇപ്പോൾ ഇതാണെങ്കിലും ഒപ്പിക്കാം നമുക്കതിൽ. രണ്ടും നമുക്ക് ഇത് നിങ്ങൾ രണ്ടും തമ്മിൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇത് ശരിക്കും ഫോക്സ് ജോർജറ്റ് പറഞ്ഞാൽ അതിന് ഡ്യൂറബിലിറ്റി ഒക്കെ കൂടുതലാണ്. എല്ലാത്തിൻ്റെയും ഒറിജിനലിലാണ് ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പാടുള്ളത്. ഇത് 80 റുപ്പീസ് 44 ഇഞ്ച് എടുത്ത്. ഈ ചിക്കൻ കാരി കോട്ടണിൽ ചോദിച്ചവർക്കായിട്ട് ഇതാ ഇങ്ങനെ. അപ്പോൾ ഞാനത് ആദ്യം അതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് പറയട്ടെ. ടോപ്പ് 2.5 2.5 മീറ്റർ ഉണ്ട് ടോപ്പ്, ബോട്ടം 2 മീറ്റേഴ്സ്. ദുപ്പട്ട വന്നിരിക്കുന്ന 2.3 മീറ്റേഴ്സിൽ ഷിഫോണിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1570 1570. ഇത് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് ആദ്യം ടോപ്പ് ഒന്ന് കാണിച്ചു തരട്ടെ. ഇതാ ഇങ്ങനെയാണ് വരിക ടോപ്പ്. ഇതൊരു നമ്മൾ ക്യാമ്പ്രിക്കും അല്ല, നമ്മളൊരു എന്താ പറയുക, ഒരു ക്യാമ്പ്രിക്കിൻ്റെ ഒക്കെ ഒരു ടൈപ്പ്. നമ്മൾ ഒരു ബ്ലൗസ് പീസ് മെറ്റീരിയലൊക്കെ എടുക്കില്ലായിരുന്നു, ആ ഒരു ടൈപ്പ്. ബിസിലിസി അല്ല, ക്യാമ്പ്രിക്കും അല്ല, കുഴപ്പമില്ലാത്ത സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് കേട്ടോ. അങ്ങനെ വന്നിരിക്കുന്നത്. അതിൽ ചിക്കൻ കാരി വന്നിരിക്കുന്നത് ഇങ്ങനെ 1570 1570 രൂപ. ഇങ്ങനെ വരുന്നു ഫ്രണ്ട് പീസ്. നെക്ക് ഇത് അങ്ങനെ വരും. ബാക്ക് പീസ് ഇതാ ഇങ്ങനെ വരും. ഈ ചിക്കൻ കാരി പാറ്റേണിലൊക്കെ ഉള്ളതാണ് ഏറ്റവും ഈ ബാക്കിലായിട്ട് ഈ വലിയൊരു ഇത് വരും. അങ്ങനെ ഇതിന് വരാറുണ്ട്. ഇങ്ങനെ വരും. ഇനി അതിൽ തന്നെയാണ് നമുക്ക് മറ്റേ നമ്മൾ ജോർജറ്റിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഇത് വരിക, ബോട്ടം വരിക. അപ്പോൾ ഇതിങ്ങനെ ഫ്രണ്ട് പീസ് ഇങ്ങനെ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ജോർജറ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലേറ്റായിട്ട് കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അയക്കുന്നവരാണെങ്കിൽ ഇത് കോട്ടണിൽ കാണിച്ചതെന്ന് പ്രത്യേകം പറയണേ. സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറിപ്പോയാലോ. ഇങ്ങനെ ഫ്രണ്ട് പീസ് ഇങ്ങനെ വരും. ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് സ്ലീവിന് അറ്റത്തേക്കുള്ള സംഭവം ബോർഡർ കട്ട് ചെയ്തെടുക്കണം, ഒപ്പിക്കണം. പിന്നെ ബാക്ക് പീസ് ഇതങ്ങനെ വരും. അവിടെ സ്റ്റിക്കർ വന്നുകൊണ്ടാണ് അതങ്ങനെ കൂട്ടിയടിച്ച പോലെ. ഇനി അവിടുന്ന് ഇങ്ങോട്ട് ബോട്ടത്തിന് ഇവിടെ ഈ ഒരു ഭാഗം ഒപ്പിക്കാൻ 2 മീറ്റേഴ്സ് ഉണ്ട്. അത് താഴേക്ക് ആ ബോർഡർ വരുന്ന പോലെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് ഒപ്പിക്കണം. ഇത്രയാണ് വരുന്നത് 1570. അതിൻ്റെ ദുപ്പട്ട കാണിക്കാൻ പറഞ്ഞത്. ദുപ്പട്ട ഇനി അടുത്തതിൽ സെറ്റ് ചെയ്ത് കാണിക്കാം. ദുപ്പട്ട ഞാൻ ആ പറഞ്ഞ ഡീറ്റെയിൽസിൽ ഇങ്ങനെ ഷിഫോൺ ദുപ്പട്ട. ദുപ്പട്ടയിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് എൻഡിലൊരു ലേസുള്ള ആ ദുപ്പട്ട. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് സെറ്റ്. ഇനി നമുക്ക് അടുത്ത സെറ്റിൽ കാണുമ്പോൾ ഒന്നുകൂടെ ഞാൻ ഈ അടുത്ത് ഫുൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത് വരുന്നു നമ്മൾ എന്താ പറയുക, പണ്ടൊക്കെ ഒരു ഓയിൽ കോട്ടൺ അങ്ങനെ പറയില്ല, ആ ഒരു ടൈപ്പ്. ഇതിൽ ബോട്ടത്തിൻ്റെ ഭാഗമാണ് താഴേക്ക് കാണുന്നത്. ഇങ്ങനെ വരും ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ. ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ 1570 റേറ്റ്. ഇങ്ങനെ വരും ടോപ്പ്. ബോട്ടം ഇതിലുണ്ട്. ദുപ്പട്ട പ്ലെയിൻ ദുപ്പട്ട, ഷിഫോൺ ദുപ്പട്ട, എൻഡിലേക്കൊരു വൈറ്റ് ലേസോട് കൂടിയ ദുപ്പട്ട, സ്കൈ ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നു. പിന്നെ ദുപ്പട്ടയിൽ അലങ്കാരങ്ങൾ പോരാൻ തോന്നുന്നവർക്ക് ജസ്റ്റ് വൈറ്റ് ത്രെഡ് കൊണ്ട് വെറുതെ ഇങ്ങനെ ഓരോ സ്റ്റിച്ച് വേണി ഇട്ട് കൊടുക്കാം. സ്വന്തമായിട്ട് മെഷീൻ സ്റ്റിച്ചൊക്കെ പോലെ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ബാക്ക് പീസ് ഇങ്ങനെ തന്നെ വരുന്നു. ബാക്കിലേക്ക് അതുപോലെ ബോട്ടം, ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ ദുപ്പട്ട അങ്ങനെ അതങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് റെഡ് ഷെയ്ഡിലാണേ. നല്ല റെഡ്. എടുത്തുമ്പോൾ കറക്റ്റ് വരണേ. കറക്റ്റ് കുഴപ്പമില്ല.
ബോട്ടം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം അതൊരു ഉള്ളിലുണ്ട് അതിൽ. ഇങ്ങനെ വരുന്നു ടോപ്പ്, ഫ്രണ്ട് പീസ് ഇങ്ങനെ, ബാക്ക് പീസ് മറ്റേതിൻ്റെ പോലെ തന്നെ. അങ്ങനെ ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ട. ദുപ്പട്ടയിലും കൂടെ വർക്കൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് ആവും. അപ്പോൾ നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന അപ്പോൾ കോട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർ ഇതെങ്ങനെ എടുത്തോളൂ. 1570, 1570 രൂപ. അപ്പോൾ റെഡ് അങ്ങനെ. നമുക്കതിൽ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ, അതിൽ അത്രയും കളേഴ്സിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം കുറച്ച് പീസ് വന്നിരുന്നു, അത് ഷോപ്പിൽ വന്നത് അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ കോട്ടയിൽ കൊണ്ടുവന്നിരുന്നു, കോട്ടയിൽ ചിക്കൻ കറി. ഇങ്ങനെ വരുന്നു. ഒരുപാട് ഹെവി കോട്ടണിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാറ്. ഇങ്ങനെ വരുന്നു. അതിൽ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 1570, 1570 രൂപ. ഈ ഒരു റീസ്റ്റോക്ക് ഐറ്റമാണ്. അപ്പോൾ നമുക്ക് മിനിമം പീസസേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മിസ്സാക്കേണ്ട. ഹക്കോബയിലും പിന്നെ ഒരു വെറൈറ്റി ദുപ്പട്ടയോടും കൂടി വന്ന് നമുക്കൊന്ന് ഹിറ്റായ താരമാണ്. അപ്പോൾ ആദ്യം സൈസ് ഡീറ്റെയിൽസ് പറയാം. ടോപ്പ് 2.4, 240. ബോട്ടം 2.4, 2.5 മീറ്റർ ഉണ്ട്. അപ്പോൾ സാധാ ബോട്ടമാണ്, കോട്ടണിൽ വരുന്ന സാധാ ബോട്ടമാണ്. ദുപ്പട്ട വരുന്നത് 2.25, 2.25 മീറ്ററിൽ ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയുള്ള സ്പെഷ്യലാണ് കേട്ടോ. ബ്ലാക്ക് അതിൽ 3 കളറും ഭംഗിയുണ്ട്. ദുപ്പട്ട ഒരു ബ്രഷ് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഇങ്ങനെ വരുന്ന ടോപ്പ് നല്ല സോഫ്റ്റ് ഹക്കോബയിൽ വരുന്ന നല്ല കംഫർട്ടബിളായ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഹക്കോബയാണ് ഫ്രണ്ട് പീസ് വരുന്നത്. ബാക്ക് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് നോർമൽ ഇതാണ്. അപ്പോൾ കുറച്ചുകൂടെ തിക്നെസ് കൂടുതൽ വേണ്ട ഒരു ബാക്കിലേക്ക് വേണമെന്ന് തോന്നുന്നവർക്ക് ഈ ബാക്ക് പീസിന് ലൈനിങ് ആയിട്ട് നമ്മുടെ പോപ്ലിൻ ബോട്ടം മെറ്റീരിയൽ വേണമെങ്കിലും ബാക്ക് പീസായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വരുന്നു. യോക്കിലേക്ക് നല്ല അത്യാവശ്യം നല്ല റിച്ചായൊരു എംബ്രോയ്ഡറി മെഷീൻ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട് ഫ്ലോറൽ ഡിസൈനിൽ. ബോട്ടം വരുന്നത് ആ ഫ്ലോറൽ ഡിസൈനിൻ്റെ കളറിൽ പ്ലെയിൻ കോട്ടണിൽ, അതൊരു സാധാ കോട്ടൺ മെറ്റീരിയൽ. ബോട്ടം വലിയ പ്രത്യേകത പറയാനൊന്നുമില്ല. ദുപ്പട്ടയാണ് ഇതിൽ താരം. ഇതങ്ങനെ വരുന്നു. 3 പീസ് സെറ്റിൽ അധികവും ടോപ്പും ദുപ്പട്ടയായിരിക്കും കിടൂ. ബോട്ടം അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു ആണ്. ഇതെങ്ങനെ വരുന്നു. ദുപ്പട്ട ഇതാ നല്ല ഫാബ്രിക് പെയിൻറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഷിഫോൺ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. അതിൻ്റെ റേറ്റ് 1490, 1490 രൂപ ഇങ്ങനെ വരുന്നു. അതങ്ങനെ. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. നെക്സ്റ്റ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു ബ്ലൂ സുന്ദരി ബ്ലൂവിൽ നമ്മൾ പീക്കോ ഗ്രീനിലേക്ക് എടുക്കുന്ന ആ ഒരു ബ്ലൂ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 1490 നമ്മൾ സോഫ്റ്റ് ഹക്കോബേൽ തന്നെയാണ് കോട്ടൺ ഇതിൽ വന്നിരിക്കുന്നത്. കോട്ടൺ ലവേഴ്സിനും ബ്ലാക്ക് ലവേഴ്സിനും ഒന്നും മിസ്സാക്കണ്ട. യോക്കോട് കൂടി ഇതാ ഇങ്ങനെ വരുന്നു. നെക്കിന് അത്യാവശ്യം വൈഡൊക്കെ കിട്ടും കേട്ടോ. ഇതങ്ങനെ വരുന്നു. ടോപ്പ് ബോട്ടം കോൺട്രാസ്റ്റ് കളറിൽ. ഇനിയിപ്പോൾ ബോട്ടം ബ്ലാക്ക് ബോട്ടം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കാരി ടൈപ്പിൽ ബോട്ടോ കയ്യിലുള്ളവർക്ക് അത് സ്റ്റിച്ച് ചെയ്യേണ്ട, അങ്ങനെ മതി. ഇങ്ങനെ വരുന്നു. ദുപ്പട്ട ഇങ്ങനെ. ദുപ്പട്ടയുടെ 4 സൈഡ് ലേസും ഉണ്ട് കേട്ടോ. ബ്രഷ് പ്രിൻറ്റ് ചെയ്ത് ലേസോട് കൂടിയ ദുപ്പട്ടേനെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടോ, നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും. 1490, 1490 രൂപ. അതിൽ 3rd കളറ് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. ടോപ്പ് ഇങ്ങനെ സോഫ്റ്റ് ആക്കും, നല്ല സോഫ്റ്റാണ് ഫാബ്രിക്. ടോപ്പ് ഇങ്ങനെ, ബോട്ടം പ്ലെയിൻ കളറിൽ അങ്ങനെ. ദുപ്പട്ട ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. 1490, 1490 രൂപ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായോ കളക്ഷൻസ്? ഇനി നമ്മൾ ഓരോരോ വെറൈറ്റീസായിട്ട് ഇനിയും വരും. ഇനിയും നമുക്ക് സൺഡേ സ്പെഷ്യലും അങ്ങനെ ഓരോരോ ദിവസങ്ങളിൽ ഓരോ കളക്ഷൻസുമായിട്ട്. അപ്പോൾ ഓരോന്നും വീഡിയോ മിസ്സാവാതെ എല്ലാ വീഡിയോയും കാണാൻ നോക്കുക. മാക്സിമം 1 o'clock തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. സാറ്റർഡേ മാത്രം മോർണിംഗ് നമുക്ക്, സൺഡേ ലീവാണ്, ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ലീവാണ്. പക്ഷേ സൺഡേ 1 o'clock വീഡിയോ വരും. അപ്പോൾ നിങ്ങൾ മെസ്സേജ് എത്രയും പെട്ടെന്ന് കണ്ടിട്ട് അയച്ചിട്ടേക്കുക. പിന്നെ വാട്സപ്പ് ത്രൂ സിസ്റ്റമാണ്, സമയം ആവശ്യമാണ്. പിന്നെ എന്തെങ്കിലും അർജൻറ്റ് മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം ഉണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും ഒരുപാട് കളക്ഷൻസുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.